ടു ഇമ്പൾസ് നമ്മൾ നോക്കാൻ പോകുന്ന എറേഴ്സ് ആണ് കേട്ടോ. തെറ്റുകൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ തെറ്റുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് തെറ്റുകൾ, അത് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ള ഒരു ബേസിക് ചാപ്റ്റർ ആണ്. സോ എറേഴ്സ് എന്ന് വെച്ചാൽ അനാലിസിസിൽ ഭയങ്കര പ്രശ്നമുള്ള പരിപാടി കേട്ടോ. അതായത് നമുക്ക് നോർമലി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഒരു നോൺ ആയിട്ടുള്ള വാല്യൂ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ വരുന്നു അല്ലെങ്കിൽ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് കോൾഡ് എൻ എറർ. നമുക്കറിയാം 2 എന്നൊരു വാല്യൂവിന് അത് 1.8 കിട്ടിയാൽ അവിടെ ഒരു എറർ സംഭവിച്ചു എന്ന് പറയുന്ന പോലെ. സോ ഡിഫറൻസ് ബിറ്റ്വീൻ എ മെഷർ വാല്യൂ ആൻഡ് എ ട്രൂ ഓർ നോൺ വാല്യൂ. So it also denotes the uncertainty or inaccuracy in a measurement or experimental result. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സാധനത്തിൻ്റെ ഇന്നാക്യുറസി ആയാലും അല്ലെങ്കിൽ അൺസർട്ടനിറ്റി പോലും പറയാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ നമുക്ക് ടൈപ്പ് ഓഫ് എറേഴ്സിൽ ഫസ്റ്റ് വൺ ഈസ് അബ്സല്യൂട്ട് എറർ ആണ്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷർ വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ. സോ മെഷർ വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ആണെങ്കിൽ അബ്സല്യൂട്ട് എറർ നമുക്ക് കിട്ടും. സോ ഇഫ് ദ മെഷർ വാല്യൂ ഇസ് ലെസ് ദാൻ ദ ട്രൂ വാല്യൂനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ എറർ നെഗറ്റീവ് ആയിരിക്കും. ഇഫ് ഇറ്റ്സ് മോർ എറർ വിൽ ബി പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് അബ്സല്യൂട്ട് എറർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് റിലേറ്റീവ് എറർ ആണ്. ഇത് അബ്സല്യൂട്ട് എറർ ഡിവൈഡ് ബൈ ദ ട്രൂ വാല്യൂ. അതായത് റിലേറ്റീവ് എറർ കിട്ടണം എന്നുണ്ടെങ്കിൽ മെഷർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ ചെയ്യണം. ബേസിക്കലി പെർസെൻറ്റേജ്, പാർട്സ് പെർ 1000, പാർട്സ് പെർ മില്യൺ ഒക്കെ എന്ന രീതിയിലാണ് നമുക്ക് എന്താണോ വേണ്ടത്, നമുക്ക് എന്ത് കോണ്ടെക്സ്റ്റിലാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി പെർസെൻറ്റേജ് എറർ ആണ്. മെഷർ വാല്യൂ മൈനസ് അക്സെപ്റ്റ് വാല്യൂ ബൈ അക്സെപ്റ്റ് വാല്യൂ ഇൻറ്റു 100 ആയിരിക്കും. സോ 100 ആയതുകൊണ്ട് തന്നെ ഈ പേര് പറയുന്ന പോലെ തന്നെ ഇത് പെർസെൻറ്റേജ് ആണ് നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യുക. സോ എറേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുവാണെങ്കിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്, സിസ്റ്റമാറ്റിക് എറർ ആൻഡ് പേഴ്സണൽ എറർ. എന്താ സിസ്റ്റമാറ്റിക് എറർ? സോ ഇത് നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്, നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമുക്ക് ഒരു പ്രോപ്പർ ഡിറക്ഷൻ ഉണ്ടായിരിക്കും. ആ ഡിറക്ഷനിൽ എവിടെയാണ് പ്രശ്നം പറ്റുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു എക്യുപ്മെൻറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നാൽ നമുക്ക് ചെറിയ ചേഞ്ചസ് വരുത്തുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന ടെക്നിക്കൽ ചേഞ്ചസ് വരുത്തിയാൽ നമുക്കിത് മാറ്റിക്കൊണ്ടുവരാനായിട്ട് പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇനി രണ്ടാമതാണ് പേഴ്സണൽ എറർ ആണ്. സോ സിസ്റ്റമാറ്റിക് എററിൽ തന്നെ അടുത്ത് വരുന്നതാണ് എന്ത്? പേഴ്സണൽ എറർ. സോ പേഴ്സണൽ എറർ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ മിസ്റ്റേക്ക് കാരണം ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ മിസ്റീഡ് ചെയ്യുക, ഒന്നിന് പകരം 2 എന്ന് വായിക്കുക, അങ്ങനെയൊക്കെ കളർ ചേഞ്ച് ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, ടൈട്രേഷനൊക്കെ ചെയ്യുമ്പോൾ അത് പിങ്ക് ആണോ ഓറഞ്ച് ആണോ റെഡ് ആണോ എന്ന് മനസ്സിലാവാത്തൊരവസ്ഥ, മെറ്റീരിയൽ ലോസ് ആവുക, ഇൻപ്യൂർ റീജിയൻ ആൻഡ് ഇൻകറക്റ്റ് കാൽക്കുലേഷനൊക്കെ വ്യത്യാസം വരുവാണെങ്കിൽ പ്രശ്നം വരണ്ട. അപ്പോൾ സിസ്റ്റമാറ്റിക് എറർ ഞാൻ പറഞ്ഞു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അവിടെ പേഴ്സണൽ എറർ. ഇനി ഓപ്പറേഷണൽ എറർ ആണ്. സോ നമ്മൾ ചെയ്യുന്ന ടെക്നിക്സിലോ പ്രൊസീജിയറിലോ ഉണ്ടാകുന്ന മാറ്റം. ഇൻസ്ട്രുമെന്റൽ ആൻഡ് റീഏജന്റ് എറർ ആണ്. ഇവിടെ പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സോ ബേസിക്കലി പ്രോപ്പറായിട്ട് കാലിബ്രേറ്റ് ചെയ്യാതിരിക്കുക, ഇൻപ്യൂർ റീജന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ് വെയറിലൊക്കെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് കാരണം അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും. ആൻഡ് മെത്തോഡിക് എറർ ആണ്. സോ ഇത് നമ്മുടെ ഇൻഹെഡ് ഫ്ലോസ് ഇൻ ദ മെത്തേഡ് യൂസ്, നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സ് കാരണം ഉണ്ടാകുന്ന എറേഴ്സ് ആയിരിക്കും. സോ സോലബിലിറ്റി ഓഫ് precipitate in medium, co-precipitation, post-precipitation, incomplete reaction, side reaction, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തഡോളജി ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ മെത്തേഡ്സ് ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ എറേഴ്സ് ആണ്. ഇനി അഡിക്റ്റീവ് ആൻഡ് പ്രൊപ്പോർഷണൽ എറർ ആണ്. സോ അഡിക്റ്റീവ് എറർ വെച്ചാൽ ഇൻഡിപെൻഡന്റ് ഓഫ് അനലൈറ്റ് എമൗണ്ട് ആണ്. എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ദി അനലൈറ്റ് എമൗണ്ട്. സോ ലോസ് ഓഫ് ക്രൂസിബിൾ വെയിറ്റ്. സോ ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ചെറിയ ക്രൂസ് മീൻസ് ചെറിയൊരു പാത്രം പോലെ ഉണ്ടാവും കേട്ടോ, അത് പോർസലൈൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സോ അപ്പോൾ ആ ഒരു ക്രൂസിബിൾ വെയിറ്റിൻ്റെ അപ്പോൾ നമ്മൾ നോർമലി അത് ടയറൊക്കെ ചെയ്യും കേട്ടോ, ടയറൊക്കെ ചെയ്ത് നമുക്ക് വെയിറ്റ് ഒക്കെ നോക്കുന്നുണ്ടാവും. അപ്പം ക്രൂസിബിൾ ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും, നമ്മൾ ടയറൊക്കെ ചെയ്ത് നോക്കും. പക്ഷേ പിന്നെ അത് ക്രൂസിബിൾ വെയിറ്റിനൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എററായിട്ട് വരും. സോ ഇൻഡിപെൻഡന്റ് ഓഫ് ദ അനലൈറ്റ് എമൗണ്ട്, നമ്മൾ ചെയ്യുന്ന അനലൈറ്റ് എമൗണ്ടിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. സോ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഇംപ്യൂർ സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് എന്നാണ് എക്സാമ്പിൾ പറയാം. ഡിപ്പെൻഡ് ഓൺ ദി എമൗണ്ട് ഓഫ് അനലൈറ്റ്, നമ്മുടെ അനലൈറ്റ് എങ്ങനെയാണോ അതുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം അനലൈറ്റിന് മാറ്റം ഉണ്ടെങ്കിൽ പ്രൊപ്പോർഷണൽ ഉണ്ടായിരിക്കും. സോ മറ്റത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇംപ്യൂർ സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ആയിരിക്കും എക്സാമ്പിൾ പറയാം. ഇനി റാൻഡം എറർ ആണ്. പേര് പറയുന്ന പോലെ തന്നെ ഇൻഡെർമിനേറ്റ് അല്ലെങ്കിൽ ആക്സിഡന്റൽ എറർ എന്നൊക്കെ പറയാം. അൺപ്രഡിക്റ്റ് ആയിരിക്കും, നമുക്ക് അറിയുണ്ടാവില്ല, ഇന്നാണ് കാരണം എന്ന് അറിയുണ്ടാവില്ല. ആൻഡ് കനോട്ട് ബി ലിമിറ്റ് ബട്ട് ക്യാൻ ബി മിനിമൈസ് ബൈ മൾട്ടിപ്പിൾ ട്രയൽ. നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇന്ന കാരണമാണ് ഇന്നതാണ് നമുക്ക് മനസ്സിലാക്കി മാറ്റാനായിട്ട് പറ്റും. ഈ റാൻഡം എറർ നമ്മുടെ രണ്ടാമത്താണ് കേട്ടോ. അവിടെ ഫസ്റ്റ് സിസ്റ്റമാറ്റിക്കും 2 റാൻഡം ആണ്. സോ അതിൽ തന്നെ ടൈപ്സ് ഓഫ് വേരിയേഷൻ വിത്ത് ഡിറ്റർമിൻ എറേഴ്സ് ഉണ്ട്. സ്ലൈറ്റ് വേരിയേഷൻ ഇൻ റിപ്പീറ്റഡ് മെഷേർഡ് ഡെസ്പൈറ്റ് ഫോളോയിങ് പ്രൊസീജിയർ. സോ
നമുക്ക് എന്താണ് ഡിറ്റർമിനന്റ് എറർ കാരണം ചെറിയ സ്ലൈഡ് വേരിയേഷൻ വരാം. റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ഇൻ റിപ്പീറ്റ് മെഷർമെന്റ് ഡെസ്പെക്ട് ഫോളോയിങ് പ്രൊസീജിയർ, അതിലാണ് എറാറ്റിക് എറേഴ്സ്. രണ്ടത് എറാറ്റിക് എറേഴ്സ് ആണ്. സോ വൈബ്രേഷൻ വൈൽ വെയിങ്, നമ്മൾ വെയ് ചെയ്തുകൊണ്ട് സംബന്ധിച്ച് ചെറിയ വൈബ്രേഷൻ കാരണം നമുക്ക് ചെറിയ വെയിറ്റിൽ വേരിയേഷൻ വരാം. ആക്സിഡന്റ് ലോസ് ഓഫ് സാമ്പിൾ. സോ ദീസ് ആർ ഫോളോയിങ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺസ്. ഒരു ബെൽ കർവ് എന്നൊക്കെ പറയും കേട്ടോ. ഇങ്ങനെ ബെൽ കർവ് പോലെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. അത്ര നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റാൻഡം എററിൽ ടൈപ്പിൽ വേരിയേഷൻ വിത്ത് ഡിറ്റർമിനന്റ് എറർ പറയാം. അത് നമ്മൾ റിപ്പീറ്റ് മെഷർമെന്റ്സ് ചെയ്യുന്ന സമയത്തൊക്കെ സ്ലൈഡ് വേരിയേഷൻ കാണിക്കുന്നതിനെയാണ് നമ്മൾ ഡിറ്റർമിനന്റ് എറർ പറയാം. എറാറ്റിക് ആണെങ്കിൽ നമ്മൾ വെയ് ചെയ്യുമ്പോൾ നമുക്ക് വൈബ്രേഷൻ കാരണം ഡിഫറൻസ് കാണിക്കുക, ആക്സിഡന്റ് ലോസ് ഓഫ് സാമ്പിൾ, ഇതൊക്കെയാണ്. ഗ്രോസ് എറർ ഉണ്ട്, അടുത്തതാണ് കേട്ടോ. തേർഡ് ആണ് യൂഷ്വലി ലാർജ് ഡ്യൂ ടു ഹ്യൂമൻ മിസ്റ്റേക്ക് കാരണം ഉണ്ടാവുന്നത് തന്നെയാണ്. ഔട്ട്ലയർ ഇൻ ഡേറ്റ. സോ മിസ്റീഡിങ് ഇൻസ്ട്രുമെന്റ്, സ്പില്ലിംഗ് റീജന്റ്, റെക്കോർഡിംഗ് എററിൽ കാരണം വരുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് എറർ മിനിമൈസ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ റിലീബിൾ അനലിറ്റിക്കൽ റിസൾട്ട് ഡിറ്റർമിനന്റ് എറർ മസ്റ്റ് ബി മിനിമൈസ്ഡ്. സോ നമ്മൾ സിസ്റ്റമാറ്റിക് എറർ എന്തെങ്കിലും കുറയ്ക്കണം. സോ റണ്ണിങ് എ ബ്ലാങ്ക് ഡിറ്റർമിനന്റ്. സോ നമ്മൾ എന്താണ്, നമ്മൾ ബ്ലാങ്ക് ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കണം. ടു ഡിറ്റർമൈൻ an account of error due to impurity in reagent or vessel. നമ്മുടെ റിയേജന്റോ വെസലോ കാരണം ഉണ്ടാവുന്ന ഇമ്പ്യൂരിറ്റി ആണോ നമ്മൾ നോക്കാം. ഇപ്പോൾ ബേസിക്കലി ഇമ്പ്യൂരിറ്റി കാരണമാണെങ്കിൽ നമുക്ക് അങ്ങനെ അറിയാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, പ്രൊസീജിയർ ആണെങ്കിൽ ക്യാരി ഔട്ട് എൻഡിയർ അനാലിസിസ് ആണല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിൾ ഇല്ലാതെ നമ്മൾ ഈ ഫുൾ പ്രൊസീജിയർ ചെയ്യുക. റിയേജന്റ്, വോളിയം, അപ്പാരറ്റസ് എല്ലാം ചെയ്യുക. റിസൾട്ട് എടുക്കുക. റിസൾട്ട് എടുത്തിട്ട് നമുക്ക് നോക്കുക ലാസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലെന്തെങ്കിലും ഇമ്പ്യൂരിറ്റി കാണുന്നുണ്ടോ എന്നൊക്കെയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ബ്ലാങ്ക് ഡിറ്റർമിനേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ വെസലിൻ്റെ പ്രശ്നമാണോ നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എല്ലാ പ്രൊസീജിയറും സാമ്പിൾ ഇല്ല. കാരണം സാമ്പിളൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ്ലി സാമ്പിളൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി എല്ലാം വെച്ച് ചെയ്യുക. ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അത് വെച്ച് ചെയ്ത് നോക്കാം. ഇനി കാലിബ്രേഷൻ ഓഫ് അപ്പാരറ്റസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കോറിലേഷൻ ആണ്. പേര് പറയുന്ന പോലെ തന്നെ കാലിബ്രേറ്റ് ചെയ്യാം. പ്രോപ്പറായിട്ട് എല്ലാ ഇൻസ്ട്രുമെൻറ്റും കാലിബ്രേറ്റ് ചെയ്യുക. ഇൻസ്ട്രുമെൻ്റ് എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. കൺസിസ്റ്റൻ്റ് ആണെന്ന് നോക്കാം. ഇനി റണ്ണിങ് കൺട്രോൾ ഡിറ്റർമിനൻ്റ് ആണ്. എ നോൺ സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ഈസ് അനലൈസ്ഡ് അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻ. സോ നമ്മളൊരു ഐഡന്റിക്കൽ കണ്ടീഷൻ നമ്മൾ അറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ നോക്കുവാണ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നോക്കും, നമ്മൾ റിസൾട്ട് എല്ലാം പ്രോപ്പറാണെന്ന് നോക്കും. ഇത് നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. weighing of x in unknown, result of unknown into weighing in x in standard and divide by result from standard. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത് കേട്ടോ. സോ റണ്ണിങ് പാരലൽ ഡിറ്റർമിനേഷൻ. സോ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഓർ ട്രിപ്ലിക്കേറ്റ് അനാലിസിസ് ഓഫ് സെയിം സാമ്പിൾ. നമ്മൾ ഒരേ സാമ്പിൾ വെച്ചിട്ട് 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കും. സോ പ്രിസൈസ് ആണെന്ന് നോക്കും. നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വീണ്ടും വീണ്ടും ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ നോക്കും. സോ ഷുഡ് നോട്ട് ബി എക്സിറ്റ് 3 part per 1000. അതായത് 3 PPTയിൽ കൂടുതൽ വേരിയേഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. വേരിയേഷൻ ഇസ് ടു ഹൈ ആണെങ്കിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. എല്ലാം എന്താണ്, നമ്മൾ ഒന്നെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കുക, ബ്ലാങ്ക് ഇട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. എളുപ്പമാണ്. നമ്മൾ മറ്റടുത്ത് പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ഇനി സ്റ്റാൻഡേർഡ് അഡിഷൻ ആണ്. സോ ഗുഡ് എഗ്രിമെന്റ് ഇൻ പാരലൽ റൺ ഓൺലി ഇൻഡിക്കേറ്റ് പൊസിഷൻ നോട്ട് അൺനെസറിലി ആക്യുറേറ്റ്. സോ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പം 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ എന്താണ്, നമ്മൾ വീണ്ടും വീണ്ടും അൺനെസസറി ഒക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യം വന്നേക്കും. ഇപ്പം നമുക്ക് ആക്യുറസി വേണമെന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റുകളിൽ നമുക്കിത് ആവശ്യമാണ്. എന്നാൽ ആക്യുറസി വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. സ്റ്റാൻഡേർഡ് അഡിഷൻ മെത്തേഡാണ്. സോ നോൺ ക്വാണ്ടിറ്റി ഓഫ് അനലൈറ്റ് ഈസ് ആഡ് ടു സാമ്പിൾ. നമുക്ക് അറിയുന്ന ക്വാണ്ടിറ്റി നമ്മൾ സാമ്പിളിലേക്ക് ആഡ് ചെയ്യുക. സാമ്പിൾ അനലൈസ് ചെയ്ത് ടോട്ടൽ കോൺസെൻട്രേഷൻ അറിയാം. അതിനുശേഷം നമ്മൾ ഡിഫറൻസ് അറിയണം ബിറ്റ്വീൻ ഒറിജിനൽ ആൻഡ് സ്പൈക്ഡ് സാമ്പിൾ ഗിവിംഗ് ദ റിക്കവറി ഓഫ് ആഡഡ് അനലൈറ്റ്. സോ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത അനലൈറ്റും നമുക്ക് ഒറിജിനലുമായിട്ടുള്ള ഡിഫറൻസ് അറിയാം. ഒന്നും കൂടെ പറയാം, നോൺ ക്വാണ്ടിറ്റി ഓഫ് അനലൈറ്റ്, നമുക്ക് അറിയുന്ന ക്വാണ്ടിറ്റി ഓഫ് അനലൈറ്റിന് എന്ത് ചെയ്യുക, ഈസ് ആഡഡ് ടു ദ സാമ്പിളിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അതിനുശേഷം അനലൈസ് ടോട്ടൽ കോൺസെൻട്രേഷൻ എടുക്കുന്നു. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഒറിജിനൽ ആൻഡ് സ്പൈക്ഡ് സാമ്പിൾ ഗിവ്സ് ദ റിക്കവറി ഓഫ് ആഡഡ് അനലൈറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അറിയുന്ന സാമ്പിൾ ഉണ്ട്, അപ്പോൾ നമുക്ക് ഒറിജിനൽ സാമ്പിൾ ഉണ്ട്, ആൻഡ് സ്പൈക്ഡ് സാമ്പിൾ ഗിവൺ ദ റിക്കവറി ഓഫ് ആഡഡ് അനലൈറ്റ്. നമ്മൾ ആഡ് ചെയ്ത അനലൈറ്റ് നമ്മൾ എന്ത് ചെയ്യുക, റിക്കവർ ചെയ്യുക. അതിനുശേഷം ഇൻസ്ട്രുമെൻ്റൽ ടെക്നിക് ലൈക്ക് സ്പെക്ട്രോസ്കോപ്പി, പലരോഗ്രഫി ഒക്കെ വെച്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ സ്റ്റാൻഡേർഡ് അഡിഷൻ മെത്തേഡാണ് കേട്ടോ.
മീൻസ് ഐസോടോപ്പിക് ഡൈല്യൂഷൻ മെത്തേഡാണ്. നമുക്ക് അറിയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ലേബിൾഡ് അനലൈറ്റ് നമ്മളൊരു അൺനോണിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അതിനുശേഷം അനലൈസ് ചെയ്യും, ആക്ടിവിറ്റി മെഷർ ചെയ്യും. അപ്പം ആക്ടിവിറ്റി മെഷർ ചെയ്യുന്ന ഡിറ്റക്ടർ ലൈക്ക് ഇലക്ട്രോസ്കോപ്പ് വെച്ചിട്ടായിരിക്കും. സോ അവിടെ ആക്ടിവിറ്റി റേഷ്യോ ആണ് നമുക്ക് നോക്കുന്നത് കേട്ടോ. നമുക്ക് ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ആക്ടിവിറ്റി റേഷ്യോ ആണ്. സോ ഹൈലി ആക്യുറേറ്റ് ആണെങ്കിൽ യൂസ്ഡ് ഇൻ ട്രേസ് സ്റ്റഡീസ് ആൻഡ് അഡ്വാൻസ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഈ ഒരു സ്റ്റഡി ഹൈലി ആക്യുറേറ്റ് ആണ്. നമുക്ക് ട്രേസ് സ്റ്റഡീസുകളിലും അഡ്വാൻസ്ഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിലും മാത്രം നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ആൻഡ് യൂസ് ഓഫ് ഇൻഡിപെൻഡന്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ്. സെയിം സബ്സ്റ്റൻസ് ഈസ് അനലൈസ് യൂസിങ് ഡിഫറെന്റ് അനലിറ്റിക്കൽ മെത്തേഡ്. സോ സെയിം സബ്സ്റ്റൻസ് ഡിഫറെന്റ് അനലിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നു. ലൈക്ക് HCl, ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ വിത്ത് NaOH, പ്രസിപ്പിറ്റേഷൻ വിത്ത് AgNO3 ആൻഡ് വെയ്ഡ് ആസ് AgCl ആയിട്ട്. അത് ഒരേ സാധനം ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന രീതിയാണ്. സോ റിസൾട്ട് എന്ന് വെച്ചാൽ നമുക്ക് ആക്യുറേറ്റ് വിത്ത് പെർമിസിബിൾ ലിമിറ്റ്, നമ്മൾ ലിമിറ്റ് വെച്ച് നമ്മൾ നോക്കുക. നമ്മൾ നോർമൽ ലിമിറ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്യില്ല, അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ എന്താണ് എറർ, എങ്ങനെയാണ് എറർ ഉണ്ടാവുമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അതിൻ്റെ മെത്തേഡ് ഓഫ് കറക്ഷൻ എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. അത്ര വലിയ പാടായ കാര്യമൊന്നുമല്ല. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.